ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എഗ്ഗ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എഗ്ഗ് ബുർജി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല ചുവന്ന തക്കാളി ആവണം. പിന്നെ ഒരു 6 മുട്ട 6ഓ 8ഓ എടുക്കാം. കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. ഇത് ആപ്പിൾ സിഡർ വിനീഗർ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം പാൻ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഈ ഉള്ളി അതിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ആക്കിയെടുക്കണം. ഇനി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഫ്രൈ ആക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ഉള്ളി നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഈ മസാലപ്പൊടിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കിയെടുക്കാം. ചെറിയ തീയിൽ ഫ്രൈ ആക്കിയെടുക്കണം, ഇല്ലെങ്കിൽ മസാലപ്പൊടി കരിഞ്ഞു പോകും. ഇനി ടൊമാറ്റോ കൂടി ആഡ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അധിക സമയം കൂടി എടുക്കില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നല്ലോണം വെന്തൊടിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മുട്ടയും കൂടി ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. ശരിക്കും സ്ക്രാമ്പിൾ ആവണം. എല്ലാം വിട്ടിട്ട് പോകുന്ന വരെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ എഗ്ഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി സെർവിങ്ങിലേക്ക് മാറ്റാം. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതിയിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.